നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന യേശുക്രിസ്തുവിൽപ്പെട്ട വൈകി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ലഭിച്ച ഈ ഒരു ജീവിതം മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പുതിയ മാനം കൊടുത്ത് ആ പട്ടണത്തിന്റെ നടുവിൽ ചേർത്തു നിർത്താൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാൽ അവളെ ആശ്വാസത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപയിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വൈകിയ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ തിരുനാമത്തെ ഈ ദേശത്ത് ഉയർത്തുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഈ ദേശത്തോട് അറിയിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിക്കുന്നുള്ള വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷത്തിന്റെ സത്യം ഈ ദേശത്തോട് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ അറിയിക്കുമ്പോൾ തിരുവചനത്തിന്റെ കേൾവി ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപവഴികളിൽ നിന്നും ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്നും കർത്താവിലേക്ക് ജനം തിരിയുന്ന ഒരാത്മീയ അനുഭവത്തിലേക്ക് ഈ യോഗം മാറ്റപ്പെടുന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പാട്ടുകൾ പാടുമ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങനെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ അവരുടെ ദാസനെയും ദൈവകൃപയോട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ യോഗത്തിന് മേൽ പകരുന്നതിനായി സ്തോത്രം. യേശു നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് സഹായിക്കുമാകണം. ഈ ദേശത്ത് ഞങ്ങളിന്ന് വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, ഈ ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, വല്ലാത്ത അനുഭവങ്ങളിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും സമാധാനവും പ്രസംഗിക്കുന്നതിന് വേണ്ടിയാണ്, അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് കരുതൽ പബ്ലിക് സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെയും അസംബ്ലീസ് ഓഫ് ഗോഡ് കലീൽ ഭാഗം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും ആഭിമുഖ്യത്തിൽ ഈ ദേശത്ത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നത്. നിങ്ങളുടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നിങ്ങളുടെ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സാധനം ചോദിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എങ്ങനെ കരസ്ഥമാക്കാം, എങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന സന്ദേശങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് കേൾക്കുവാനിടയാകുന്നതാണ്. അതിനു മുമ്പായി പ്രിയ സഹോദരിമാർ മുന്നിട്ട് വന്ന് ഗാനങ്ങൾ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. മരണമെന്ന 3 അക്ഷരം ഏതു വീട്ടിലും, ഏത് കൊട്ടാരത്തിലും, ഏത് മനുഷ്യന്റെ അടുക്കലും എപ്പോൾ വരുമെന്നും എങ്ങനെ വരുമെന്നും ഏത് രൂപത്തിലെത്തുമെന്നും പറയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ലഭിച്ച ഈ ഒരു ജീവിതം സാക്ഷാൽ ദൈവം ആരെന്നറിഞ്ഞ് ആ ദൈവത്തെ സ്നേഹത്തോടെ സേവിക്കാൻ, ആരാധിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ മണ്ണിൽ വെട്ടിപ്പിടിച്ചതെല്ലാം വിട്ടിട്ട് വെറും കൈയോടെ തള്ളവിരലുകൾ കൂട്ടിക്കെട്ടി നിങ്ങളെ കൊണ്ട് ശവക്കുഴിയിലാക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുമ്പ് നാം എവിടേക്ക് പോകുന്നുവെന്നും എന്തൊക്കെ നേടിയെന്നും ചിന്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരനുഗ്രഹീത ഗാനം നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരി സ്നേഹ നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുകയാണ്. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും എന്ന അർത്ഥം വരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം ശ്രദ്ധിപ്പാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെയാദേശം. മണ്ണിൽ നേടിയതെല്ലാം ഞൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെന്ന് പറന്നു പോ.
യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മിസൈലുകളും ബോംബുകളും വെടിക്കോപ്പുകളും അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് തലയ്ക്ക് മീതെ കൂടെ പാഞ്ഞു പോകുമ്പോൾ മരണം എപ്പോൾ വരും എന്നറിയാൻ വയ്യാത്ത നിലയിൽ മാനവരാശി വേദനയോടെ സങ്കടത്തോടെ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നിൻ്റെ ഈ വൈകിയ സമയത്ത് ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ ശ്രോതാക്കളെ ഓർപ്പിക്കും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായി എന്ത് കഷ്ടമേ. ഈ ലോകത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും നാം മനസ്സിലാക്കി ദൂരവേ അല്ല മരണമെന്നറിയാം. ലേശമില്ല സമയങ്ങൾ രാജാക്കന്മാർ വലിയ ധീരന്മാരും ധീരസാധുക്കളും ഒക്കെ ലോകം വെടിഞ്ഞു പോകും എന്ന അർത്ഥം വരുന്ന ഈ അനുഗ്രഹീത ഗാനം ഞങ്ങളുടെ സഹോദരങ്ങൾ കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാർ ചേർന്ന് പാടുമ്പോൾ ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളും ഈ ഗാനം ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. ദൂരവേ അല്ല മരണം എന്നാക്കറിയാൻ ദേശം ഇല്ല സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാക്കറിയാൻ ദേശം ഇല്ല സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. കട്ടിലിൻ കടകയിൽ വച്ചോ അയ്യോ സോദരാ വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദരാ വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കാട്ടിൽ മലകളിലോ പേരുകളിൽ, കാട്ടിൽ മലകളിലോ എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വച്ചു ആരാധനയ്ക്കായി കണ്ണീരിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വച്ചു ആരാധനയ്ക്കായി കണ്ണീരിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. കള്ളക്കേസിനു പോയി കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതു കായിലെന്തു കഷ്ടമേ. നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളിലൂടെ
മരണമെന്ന സത്യം ഏതു സമയത്തും നമ്മുടെ വീടിൻ്റെ അകത്തോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനടുത്തോക്കോ വരാം. പ്രായഭേദമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ, അവൻ വിദ്യാസമ്പന്നനെന്നോ വിദ്യാഹീനനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ വ്യത്യാസമില്ലാതെ എപ്പോൾ വേണമെങ്കിലും മരണം വന്ന് നമ്മെ പിടിക്കാൻ സാധിക്കും. ഈ അർത്ഥം വരുന്ന ഒരു മനോഹര ഗാനം നാം കേൾക്കാൻ പോകും. എത്ര നാൾ ഈ ഭൂമിയിൽ വാസമൻ സോദര. എല്ലാ നാളും ജീവിക്കാമെന്ന് കരുതരുത്. എന്നും നമുക്കിവിടെ ജീവിതം സാധ്യമല്ല. ചിലപ്പോൾ 70 ബൈബിളിന്റെ ഭാഷയിൽ 70 അതിലധികമോ ഒക്കെ ലഭിച്ചെന്ന് വരാം. ചിലപ്പോൾ ജനിച്ച അപ്പോൾ മുതൽ നമുക്ക് എപ്പോ വേണമെങ്കിലും മരണം വരാം എന്ന സത്യമറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ ഈ ഗാനങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്കായി പാടുന്നു. എത്ര നാൾ ഈ ഭൂമിയിൽ വാസമൻ സോദര, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. ഇന്ന് കാണുന്നവരെല്ലാം നാളെ ഉണ്ടാകുമോ? നാളെയും നാളുകൾ നാഥൻ കരത്തിലല്ലോ എന്നർത്ഥം വരുന്ന മനോഹര ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. ശ്രദ്ധിച്ചിട്ടു. നാളെ
മനുഷ്യൻ എപ്പോഴും ദീർഘനാളുകൾ ജീവിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ പലപ്പോഴും അതിന് മനുഷ്യന് കഴിയാതെ പെട്ടെന്ന് പലവിധമായ രോഗങ്ങളാലും പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും പലപ്പോഴും വലഞ്ഞ് വളരെ പണിപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് പോകാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടോ പലപ്പോഴും പരാജയങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഇനി ഈ ലോകത്തിൽ ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് പലപ്പോഴും അല്പം വിഷത്തിലോ അല്ലെങ്കിൽ അല്പം കയറുകളിലോ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന വലിയ പ്രവണത നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ മുമ്പേ പ്രസ്താവിച്ചതുപോലെ 70 80 വയസ്സാണെന്ന് ഒരു മനുഷ്യന് ജീവിക്കാൻ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. എന്നാൽ ആ വയസ്സ് വരെ പോലും ജീവിക്കാൻ കഴിയാതെ പെട്ടെന്ന് ഈ ലോകത്തിലെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട് വല്ലാത്ത രോഗത്താൽ ഭാരപ്പെട്ട് വല്ലാത്ത ഭീതിയാൽ മനുഷ്യനെ മുന്നേറുവാൻ കഴിയാതെ അവൻ പലപ്പോഴും ഭാരപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഞങ്ങളെ അല്പസമയം ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളാകാം, മനപ്പീഡയാകാം, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലായിരിക്കാം. എന്നാൽ തുടർന്നുള്ള ഈ സന്ദേശം നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവനേകി, ഒരു പുതിയ ഉന്മേഷമേകി, ഒരു ജീവിതത്തിൻ്റെ പുതുമയിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങൾക്കിടയാകും. അത് മറ്റാരിലൂടെയല്ല, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ വിടിവിക്കുന്ന, നിങ്ങളെ ഉദ്ധരിക്കുന്ന, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്ന ഒരാളുണ്ട്. ആ ആളാണ് നസറനായ യേശു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ആ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിടുതലുകൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. കാരണം എന്ന് ചോദിച്ചാൽ ഇന്ന് അനേകം സമാധാനമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരിക്കുകയാണ്. എങ്ങനെ സമാധാനം ലഭിക്കാൻ കഴിയും? പണമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല കുടുംബങ്ങളുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്, വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അവരവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ പലപ്പോഴും നട്ടോട്ടമോടുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഇറങ്ങി വന്ന് സമാധാനം തന്ന് സന്തോഷം പ്രദാനം ചെയ്ത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും മാറ്റി സമാധാനം തരാൻ ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് ഇന്ന് ലോകത്തിൽ പലതും നേടിയെടുക്കാൻ സാധിക്കും. പണമുണ്ടെങ്കിൽ ആ പലതും നേടാൻ പറ്റും. പക്ഷേ ലോകത്തിൽ സമാധാനം എന്നുള്ളത് ഇന്ന് എങ്ങും ലഭ്യമാകത്തില്ല. ഒരു പക്ഷേ നമ്മൾ ആ സമാധാനത്തിന് വേണ്ടി TV നമ്മൾ ഓൺ ചെയ്ത് അതിന്റെ നല്ല പ്രോഗ്രാമുകളെ കണ്ടേക്കാം. അല്ലെ സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ചേക്കാം. അത് അതിന്റെ അല്പസമയങ്ങൾ, അതിന്റെ എഫക്ഷൻ, അതിന്റെ വീര്യമുള്ളപ്പോൾ ഒരു ചെറിയ സമാധാനം പോലെ തോയേക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ സമയം കഴിയുമ്പോൾ പിന്നെയും അസ്വസ്ഥരായി മാറുകയാണ്. സമാധാനം എവിടെയും നമുക്ക് പ്രോപ്പറായി കിട്ടാൻ, എന്നും നിലനിൽക്കുന്ന നിലയിൽ ലഭ്യമാകാൻ കഴിയില്ല. അതിന് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന യേശുവിനെ കുറിച്ച് തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങളോട് സവിശേഷം ഇവിടെ പ്രസ്താവിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഞങ്ങൾ ചോദിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ കലേരി ഭാഗം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ
രഞ്ജിത്ത് രാജ് അവர்கள் ഇപ്പോൾ മുന്നോട്ട് വന്ന മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ദൈവിക സമാധാനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി ബഹുമാനകർത്തദാസനെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദവാഹിനിയുടെ ശബ്ദസീമയിൽ ഞങ്ങളെ സശ്രദ്ധം ശ്രവിക്കുന്ന സഹൃദയരായ നല്ല ദേശനിവാസികളെ, ഈ ചുറ്റുപാടുകളിൽ ഈ ശബ്ദത്തിലേക്ക് ചെവികോർത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇവർ പറയുന്നത് എന്ന് ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കേൾക്കാരെയും ഇന്ന് ഈ സായനത്തിൽ കരുനാഗപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സെക്ഷന്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന്റെയും കലേരി ഭാഗം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും പേരിലുള്ള എല്ലാ വന്ദനങ്ങളും അറിയിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ ലോകം വല്ലാത്ത ഒരവസ്ഥയിലേക്കും അന്തരീക്ഷത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങും ഭീതിയും വേദനയും നൊമ്പരവും മാത്രം അലയൊലികൾ കൊള്ളുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതികാലെ കണ്ണു തുറന്ന് നാം പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ, അതിലേക്ക് ശ്രദ്ധയൂന്നുമ്പോൾ ഭീതിജനകമായ, ഭയപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന, നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയാത്ത, കേൾക്കുന്ന വാർത്തകൾ ഇത് നമ്മുടെ മണ്ണിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ ഭീതിജന്യമായ വാർത്തകൾ, വർത്തമാനങ്ങൾ അനുദിനവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങളും ധാർഷ്ട്യങ്ങളും അഹങ്കാരങ്ങളും അഹന്തകളും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലുള്ള കൂത്താട്ടങ്ങളും അങ്ങ് ദൂരെയെങ്ങുമല്ല, നമ്മുടെ മണ്ണിൽ, നമ്മുടെ കാൽച്ചുവട്ടിൽ, നമ്മുടെ കയ്യത്ത് കണ്ണെത്തും ദൂരത്ത് അരങ്ങുവാണുകൊണ്ടിരിക്കുമ്പോൾ, നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദസീമയിലേക്ക് അല്പസമയം ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അക്ഷരാഭ്യാസമേറെയുള്ള കൈരളിയുടെ മണ്ണ്, മതസമ്പന്നതയും മതസൗഹാർദ്ദതയും ഏറെ നിലകൊണ്ടിരുന്ന ഒരു മണ്ണ്, സംസ്കാര സമ്പന്നതയ്ക്ക് കീർത്തി കേട്ട മണ്ണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെട്ടിരുന്ന മണ്ണ്. ഒരിക്കൽ മഹർഷി പ്രവരന്മാർ ഉച്ചനാദത്തോടെ ഉദ്ഘോഷിച്ചു, ആകാശവികാശത്തിൽ പറന്നുയരുന്ന പർവ്വജാതിയെ പോലും കൊല്ലരുതേ മാനുഷാത എന്ന് ആക്രോശിച്ചുകൊണ്ട് പടുത്തുയർത്തിയ ആർഷഭാരതത്തിന്റെ മണ്ണ് ഇന്ന് മനുഷ്യജീവന്റെ അറവുശാലകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ പാദമൂന്നി നിൽക്കുന്ന അവന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊറിയിറങ്ങുന്ന രക്തം ഊറ്റിക്കുടിക്കേണ്ടതിനും ചിതറിത്തെറിക്കുന്ന മാംസം ഭക്ഷിക്കേണ്ടതിനുമായി വായി പിളർക്കുന്നത് എപ്പോഴെന്ന് അറിയാൻ മേലാത്ത ഭീതിജനകമായ ഒരു കാലം. ഇന്ന് നമ്മുടെ കൂടപ്പിറപ്പുകളെയോ കൂട്ടുകാരെയോ ഹൃദയം തുറന്ന് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത കാലം. ഇങ്ങനെ ഒരന്തരീക്ഷത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഈ ശബ്ദസീമയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഭയപ്പെടേണ്ടാത്ത, സമാധാനം ലഭ്യമാകുന്ന, നമ്മെ ഏത് സാഹചര്യത്തിലും തുണനിന്ന് സഹായിക്കുവാൻ കഴിയുന്ന ഒരു നല്ല നാമത്തെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ഘോഷിക്കുവാനാണ് ഞാൻ നിങ്ങളും ഈ ശബ്ദസീമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരുന്നത്. മനുഷ്യന്റെ വിദ്യാബഹുലതയോ സംസ്കാര സമ്പന്നതയോ ധനബാഹുല്യമോ അവന്റെ മതവിഹുലതയോ ഒന്നും, തത്വസംഹിതകളോ ഒന്നും തന്നെ മനുഷ്യന് സുരക്ഷിതത്വം നൽകാത്ത ഒരു വല്ലാത്ത കാലത്തിൽ നാം അകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ ലഹരി പദാർത്ഥങ്ങൾക്കും മദ്യാസക്തികൾക്കും ദുർനടപ്പുകൾക്കും ദുർവ്യയങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലെയാണ് ഞാൻ നിങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ മുതൽ ഇവിടുത്തെ ആചാര്യന്മാർ മുതൽ ഇങ്ങ് താഴെ കിടക്കുന്ന ജനം വരെ ആരും ഇതിൽ നിന്നൊന്നും മാറി നിൽക്കുവാൻ, ഒഴിവാക്കപ്പെടുവാൻ ഇടയില്ലാത്ത തരം അടിമപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്ത കാലം. ഏറെ പ്രതീക്ഷയോടെ, ഏറെ ആഗ്രഹത്തോടെ, ഏറെ കരുതലോടെ നാം പ്രതീക്ഷയർപ്പിക്കുന്ന പല മേഖലകളും നമ്മെക്കാൾ വേഗത്തിൽ അസാൻമാർഗികതയിലേക്കും അധാർമികതയിലേക്കും നിപതിച്ചു പോകുന്ന ഒരു വല്ലാത്ത കാലം. പ്രായഭേദമന്യേ
ഇന്ന് നമ്മുടെ കൈരളിയുടെ മണ്ണ് നിലകൊള്ളുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പല ഇടപാടുകളും നമുക്ക് പണ്ട് കേട്ടുകേൾവി പോലും ഇല്ലാതെ ഇരുന്ന ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഉദ്ഘോഷിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി സംബന്ധിച്ച് വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മാനവകുലത്തിന് രക്ഷയാവശ്യമാണ്. അവൻ സമാധാനമില്ലാതെ നട്ടം തിരിയുമ്പോൾ, വേദനാജനകമായ ജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം ആശ്വാസത്തിനായി അവൻ ചെന്ന് ആശ്രയിക്കുന്ന ഈ ലോകത്തിലെ ക്ഷണികമായ വിഷയങ്ങളൊക്കെ അവന് വേദനയിൽ നിന്ന് ഏറെ വേദനയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അതിപ്രധാനമായ ഒന്നാണ് ഞാനിവിടെ ഉദ്ബോധിപ്പിച്ച മദ്യവും മയക്കുമരുന്നിന്റെ ആസക്തിയും എന്നുള്ളത്. താൻ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു ഒളിച്ചോട്ടം എന്ന വണ്ണം അല്പസമയം തൻ്റെ ബുദ്ധിമണ്ഡലങ്ങളെ ഒന്ന് ഉന്മാദമാക്കിക്കൊണ്ട് താൻ അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം എന്ന പോലെ അവൻ അതിൽ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം അതിഭയാനകമാണ്. പകൽ മുഴുവൻ ഇന്നത്തെ ചൂടും വെയിലും കളയാതെ ചോര നീരാക്കിക്കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വൈകിട്ട് താൻ ഏറെ പ്രിയപ്പെടുന്ന തൻ്റെ കുടുംബ അംഗങ്ങൾക്ക്, തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പ്രയോജനകരമാകേണ്ട തൻ്റെ അധ്വാന ഫലത്തെ സായാഹ്നത്തിൽ വീട്ടിലെത്തും മുമ്പേ വഴിയോരത്തിൽ കാണുന്ന ചില ബോർഡുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ മനോമുഖരത്തിൽ വന്നു നിപതിക്കുന്ന ചില ചിന്താകുലങ്ങൾ അവനെ അലട്ടുന്നു എന്ന് തോന്നുമ്പോൾ, യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്ന വണ്ണം വഴിയിൽ കിട്ടുന്ന പേവെള്ളം, അല്ലെങ്കിൽ പഴയ കാലത്ത് പേരിട്ട് വിളിച്ചിരുന്ന മൂലെ വെട്ടിയെന്നോ ആനെ മയക്കിയെന്നോ ഇന്നത്തെ പേരിൽ പറയപ്പെടുന്ന പല സംവിധാനങ്ങളും അറിയപ്പെടുന്ന ആ സംവിധാനങ്ങളിലേക്ക് അവൻ ആശ്രയം തേടുമ്പോൾ അവൻ അറിയാതെ സംഭവിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ സകല സമൂല മണ്ഡലങ്ങളിലും ഒരു വിനാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിന് കൊടുക്കേണ്ട യഥാർത്ഥമായ കരുതൽ, സ്നേഹം, ആദരവുകൾ കൊടുക്കുവാൻ കഴിയാതെ അവൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അത് കുടുംബ ശിഥിലീകരണങ്ങളിലേക്ക്, മർദ്ദന മുറകളിലേക്ക്, എന്തിനേറെ പറയുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ ഇന്ന് താൻ ഏറ്റവും തന്റെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തികളെ നിഷ്കരുണമില്ലാതെയാക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്ക് പോകുന്നു. സുഹൃത്തെ, അവിടെ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചേ, എന്തിനാ ഇത് തുടങ്ങിയത്? എവിടെയാണ് ആരംഭിച്ചത്? കേവലം ഒരാരംഭം. ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, വസ്തുനിഷ്ഠമായ വിഷയങ്ങളിൽ നിന്ന് ഒന്ന് ഒളിച്ചോടുവാൻ, തനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ, ഭാരമെന്ന് പറഞ്ഞ, വേദനയെന്ന് പറഞ്ഞ ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് താൽക്കാലിക മോചനമെന്ന വണ്ണം ആശ്രയിച്ചു തുടങ്ങിയത്. പക്ഷെ അത് ജീവിതത്തിൽ താൻ അറിയാതെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിപത്തായി, ഒരു ക്യാൻസർ എന്ന മാരക രോഗം പോലെ അത് തന്നെ അടിമത്വത്തിലേക്ക് വിട്ടുമാറുവാൻ കഴിയാത്ത ഒരന്തരീക്ഷത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. ഇന്ന് ഞാനിത് പറയുമ്പോ ശ്രദ്ധിക്കണമേ, അത് തന്നിൽ നിന്ന് മാറിപ്പോകാത്ത, തന്നിൽ നിന്ന് ഒഴിച്ചുകൂട്ടുവാൻ കഴിയാത്ത ഒരു ഹാബിറ്റായി, ഒരു അഡിക്ഷനായി അത് മാറുകയാണ്. അതുമൂലം കുടുംബങ്ങൾ തകരുന്നു, വ്യക്തിബന്ധങ്ങൾ തകരുന്നു, സാമൂഹിക ബന്ധങ്ങൾ ശിഥിലമാകുന്നു. സമൂഹത്തിൽ എഴുതിത്തള്ളപ്പെട്ടവനായി, കൊള്ളരുതാത്തവനായി, സമൂഹത്തിൽ മനുഷ്യരെ അഭിമുഖം ചെയ്യുവാൻ കഴിയാത്ത ഒരുവനായി എല്ലാ മേഖലകളിൽ നിന്നും ഒളിച്ചോടപ്പെടുന്നു. ഭാര്യയാൽ വെറുക്കപ്പെട്ടവനാകുന്നു, മക്കളാൽ ഒരു കുറ്റവാളിയെ പോലെ കണക്കാക്കപ്പെടുന്നു. ഈ ദുരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഒരു പരിശ്രമമാണ്. അടുത്തത്, ഈ കൈരളിയുടെ മണ്ണ് വിദ്യാ ബഹുലത ഇല്ലാത്തത് കൊണ്ടല്ല ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നു. ഞാൻ സാധാരണഗതിയിൽ പ്രസംഗവേദികളിൽ പറയാറുള്ള ഒരു യാഥാർത്ഥ്യമാണ്, പുകയില പദാർത്ഥങ്ങളുടെയോ മദ്യക്കുപ്പിയുടെയോ പുറത്തെഴുതിയിരിക്കുന്ന മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്നും സ്മോക്ക് സ്കിൽസ് എന്ന് പറയുന്ന തലവാചകങ്ങൾ വായിച്ചു മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിദ്യാവിഹീനനല്ല ഇതിൻ്റെ അഡിക്ഷനിലേക്ക് പോകുന്നത്.
സമൂഹത്തിന്റെ സമുന്നതമായ വിദ്യാഭ്യാസം കൈയാളിയ ഡോക്ടർ എന്ന പേര് തന്റെ ലേബൽ തന്റെ പേരിന് മുന്നാമ്പുറത്ത് എഴുതി ചേർത്ത വ്യക്തിയും ജ്ഞാനിയെന്നും എഞ്ചിനീയർ എന്നും മറ്റ് പലവിധ പാണ്ഡിത്യമുള്ളവരെന്നും സമൂഹത്തിലെ നമ്മുടെ ഇന്നിന്റെ കുഞ്ഞുങ്ങൾക്ക് അക്ഷരാഭ്യാസം ഓതിക്കൊടുക്കുന്ന അധ്യാപകരെന്ന പേരുള്ളവരും ഒക്കെ ഇതിന്റെ അഡിക്ഷനിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല. വിദ്യാബഹുലത ഉള്ളപ്പോൾ തന്നെ വായിച്ചും കേട്ടും അതിന്റെ വരും വഴികളെ കുറിച്ച് നന്നായി അപഗ്രഥിച്ച് മനസ്സിലാക്കുവാൻ പ്രാപ്തി ഉണ്ടായിട്ടും എന്ത് മനുഷ്യൻ ഈ അധപ്പതനത്തിൽ അടിമപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. ഇന്ന് യൂണിവേഴ്സിറ്റികൾ മാറി മാറി ഇവിടെയുണ്ട്, സ്കൂളുകൾ മാറി മാറി ഇവിടെയുണ്ട്. നല്ല ഒന്നാം തരം ഇംഗ്ലീഷ് ലാംഗ്വേജിലോ മലയാളം ലാംഗ്വേജിലോ ഹിന്ദി ലാംഗ്വേജിലോ തനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന തരത്തിൽ വിദ്യാബഹുലതയുള്ള ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളുമായിരിക്കും. പക്ഷെ ഇവയ്ക്കൊന്നും മാനവകുലത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് അറുതി വരുത്തുവാൻ കഴിയാതെ വല്ലാതെ പാപ്പരത്വത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്ന ഒരു നാമമുണ്ട്. ആ നാമ ഏതവസ്ഥയിലിരിക്കുന്ന വ്യക്തിയെയോ ഏത് സ്ഥിതിയിലിരിക്കുന്ന വ്യക്തിയെയോ അവന്റെ പാപത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് വിടുവിച്ച് അവന് രക്ഷ നൽകുവാൻ പര്യാപ്തമായ നാമമാണ്. ആ നാമത്തിന്റെ ഇങ്ങനെ ഉച്ചരിക്കുന്നു: ആകാശത്തിൻ കീഴിൽ മാനവരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു എന്ന ഏക നാമത്തിന് മാത്രമാണ് മാനവകുലത്തെ അവന്റെ പാപപങ്കിലതയിൽ നിന്നു അവന്റെ അരക്ഷിതാവസ്ഥയിൽ നിന്നു ഉദ്ധരിച്ച് ഒരു മാന്യമായ ജീവിതം നൽകുവാൻ കഴിയുന്നത്. എന്തുകൊണ്ടാ സുഹൃത്തെ? യേശു എന്ന നാമം മാത്രമാണ് അതിന് യോഗ്യമാണ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിന്ന് പ്രസംഗിക്കുന്ന ഈ മണ്ണിൽ എൻ്റെ ശബ്ദവീചിയിൽ എന്നെ ശ്രവിക്കുന്ന സുഹൃത്തുക്കളിൽ മാനവകുലത്തിൽ വിവിധ മതവിശ്വാസികളായി അനുചരിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. അതുതന്നെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. മതത്തിന്റെ അതിപ്രസരം ഇവിടെ ഉണ്ടായിട്ടും ഈ മണ്ണിന്റെ അരക്ഷിതാവസ്ഥ നഷ്ടപ്പെടുന്നില്ല. അനുദിനവും പേരെടുത്ത ആചാര്യന്മാർ ഉത്ഭവിക്കുന്ന മണ്ണാണ്, വ്യക്തിദൈവങ്ങൾ ഉത്ഭവിക്കുന്ന മണ്ണാണ് ഞാനും നിങ്ങളും ഈ കുടികൊള്ളുന്ന മണ്ണ്. പക്ഷേ അനുദിനം ഉയർന്നു വരുന്ന ദൈവങ്ങൾക്കോ വ്യക്തിവിശേഷങ്ങൾക്കോ ആചാര്യന്മാർക്കോ ആചാരങ്ങൾക്കോ ഈശങ്ങൾക്കോ തത്വസംഹിതകൾക്കോ മാനവകുലത്തെ അവന്റെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ കഴിയാതെ അവരുൾപ്പെടെയുള്ളവർ ഈ പാപത്തിന്റെ അടിമത്വത്തിലേക്ക് വീണ് അരക്ഷിതത്വത്തിലേക്ക് അധപ്പതിച്ചു പോകുമ്പോൾ ആണ് ഞാൻ പറഞ്ഞ യേശു എന്ന ഏകനാമത്തിന്റെ പ്രസക്തി ഇവിടെ വെളിപ്പെടുന്നത്. എന്തുകൊണ്ട് യേശു രക്ഷകൻ എന്ന ഏകനാമത്തിനു ഉടമസ്ഥനായി എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയ, നീതിമാന്മാരെ തേടിയല്ല. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മതപ്രസരമുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അവതാരങ്ങളുടെ അതിപ്രസരമുള്ള ഒരു മണ്ണ്. അവതാരങ്ങളെ കുറിച്ച് ഗ്രന്ഥങ്ങൾ വേദങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവതാരങ്ങളെല്ലാം അവതരിച്ചത് ഈ മണ്ണിലെ നീതിമാന്മാരെ ഉദ്ധരിക്കേണ്ടതിനും ചേർത്തു പിടിക്കേണ്ടതിനും വേണ്ടിയാ. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആരും പരിഗണിക്കാത്തവനെ, അവഗണിക്കപ്പെട്ടവനെ, തള്ളപ്പെട്ടവനെ, അരക്ഷിതത്വത്തിലായിരിക്കുന്നവനെ ചേർത്തു പിടിക്കാൻ ഈ ഉലക വന്ന ഒറ്റ ഒരു അവതാരമേ ഉള്ളൂ. അവിടുത്തെ നാമമാണ് യേശു എന്ന നാമം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു: അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമായി ഉള്ള ഏവരുമേ എന്റെ അരികിൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആലലി മണ്ണ് പറ്റിയവനെയും മണ്ണിൽ അധ്വാനിക്കുന്നവനെയും വിണ്ണിന്റെ മഹിമയിൽ ഉന്മാദത്തോടെ ജീവിക്കുന്നവനെയും വ്യത്യാസം കൂടാതെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമം മാത്രം. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഏതു മനുഷ്യനെ കുറിച്ചും വേദനയുള്ള ഒരു ഉടമസ്ഥനുണ്ട്, ഒരു മാനവന്റെ സൃഷ്ടികർത്താവുണ്ട്. ആ സൃഷ്ടികർത്താവിന്റെ പേരാണ് യേശു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു: സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതുകൊണ്ട് ജനിപ്പിച്ചവന്, ജനിക്കപ്പെട്ടവൻ തന്നിൽ നിന്ന് അകന്നു പോകുന്ന ആ നാശം കണ്ട് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്
കൊണ്ട് സ്വർഗത്തിൽ ഒരു തീരുമാനമെടുത്തു. പാപത്തിൽ അടിമപ്പെട്ടു പോയ മാനവൻ എന്നിൽ നിന്ന് അകന്നുപോയ എന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എന്നിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഉലകത്തിൽ ഒരു സംവിധാനവും ബാക്കിയില്ലെന്നിരിക്കെ ഉയരത്തിൽ നിന്നുരുവായ ആ പദ്ധതി കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചിട്ട് ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മെ വിലയ്ക്ക് വാങ്ങി ആ പുത്രത്വം തിരികെ തരുവാൻ അവതരിച്ച ഏകനാമം അതത്രേ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ തലയ്ക്ക് മീതെ എഴുതപ്പെട്ട വിധിന്യായങ്ങൾ എന്തുമാകട്ടെ, നീ നിന്റെ മനോമുകുരത്തിൽ ചിന്തിച്ച് കണക്ക് കൂട്ടിയ വിധിന്യായങ്ങൾ എന്തുമാകട്ടെ, ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, ഇനിയും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല, ഇതിനൊരു പരിഹാര മാർഗമില്ല എന്നൊക്കെ ജീവിതാവസ്ഥയെ കണ്ട് നീ ചിന്തിച്ച് മനം മടുത്ത് ആണ് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഈ ശബ്ദവീജിയിൽ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഇല്ല സ്നേഹിത, നിനക്ക് കണ്ടെത്താൻ ഇതുവരെ കഴിയാതിരുന്നതും ഇന്ന് ഇപ്പോൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, പ്രയത്നങ്ങൾ കൂടാതെ, മലകൾ കയറാതെ, തീർത്ഥയാത്രകൾ നടത്താതെ, പുണ്യസ്നാനങ്ങൾ നടത്താതെ, നിന്റെ സാമ്പത്തികം ചെലവഴിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളു തുറന്ന് അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു പരിഹാര മാർഗമുണ്ട്. ആ പരിഹാര മാർഗമാണ് യേശു എന്ന നാമം. ആ നാമം സകല മാനവന്റെയോ സകല പ്രശ്നത്തിനും സകല പാപത്തിനും പരിഹാരമായ നാമമാണ്. അതുകൊണ്ട് നീ ഏത് ജാതിയിൽ പിറന്നവൻ, ഏത് കുലത്തിൽ പിറന്നവൻ, ഏത് വർഗത്തിൽ പിറന്നവൻ, ഏത് സംസ്കാരത്തിൽ പിറന്നവൻ, ഏത് ഭാഷ ഉപയോഗിക്കുന്നു, ഒരു വ്യത്യാസവും കൂടാതെ നിന്നെ സ്നേഹിക്കാൻ നിന്റെ സൃഷ്ടികർത്താവായ യേശു എന്ന ഏക ദൈവം ഇന്ന് സായാഹ്നത്ത് നിന്നെ മാടി വിളിക്കുക. നീ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ട്, നീ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, നീ വേദന അനുഭവിക്കുന്നത് കണ്ടിട്ട്, നീ രോഗബാധിതയായി കിടക്കുന്നത് കണ്ടിട്ട്, ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയാത്ത ഈ ഭൗമമണ്ഡലത്തിലെ നിന്റെ നൊമ്പരങ്ങളെ കണ്ടിട്ട്, കുചേല കുബേര വ്യത്യാസമന്യേ, വർഗവർണ്ണ വ്യത്യാസമന്യേ, വിദ്യാബഹുല വിദ്യാവിഹീന വ്യത്യാസമന്യേ, സകല മാനവർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്ത് പരമയാഗമായി മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു ഇന്ന് സായാഹ്നത്തിൽ നിന്റെ രക്ഷയ്ക്കായി നിന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാ. ആ ശബ്ദത്തിന് മുമ്പിൽ കാതോർക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇതൊരു മതപ്രഭാഷണമല്ല സുഹൃത്തെ, ഇതൊരു മതപ്രഭാഷണമല്ല. ക്രിസ്ത്യാനികളെ കുത്തകയായ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ പ്രസന്റ് ചെയ്യലല്ല. യേശു സകല മാനവന്റെയും രക്ഷയ്ക്കായി വെളിപ്പെട്ട ഏകമാർഗമാകുന്നതും അതുകൊണ്ട് തന്നെയാ. ഏതെങ്കിലും ഒരു മതത്തിന്റെ കുത്തവാവകാശം അവകാശപ്പെടുവാൻ വേണ്ടി ഈ അവനിയിൽ അവതരിച്ച് ഒരു മതസംസ്ഥാപകനായി കീർത്തിപ്പെട്ട ഒരുവനല്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ, എന്റെ പ്രഭാഷണത്തിൽ ഞാൻ ആവർത്തിച്ചുരുവിട്ടതുപോലെ വിളിച്ചു പറയുന്നു, മതമേതുമായിക്കൊള്ളട്ടെ, വർഗമേതുമായിക്കൊള്ളട്ടെ, കളർ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ സമ്പാദ്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ, വ്യത്യാസമില്ല. പക്ഷെ എൻ്റെ യേശു, എൻ്റെ ദൈവം ഏക ദൈവമാകുന്നതും ഏകരക്ഷാ മാർഗമാകുന്നതും ഈ വ്യത്യസ്തത കൊണ്ട് ഭാഷയ്ക്കതീതമായി, വർഗത്തിനതീതമായി, സകലമാനവന്റെയും ദൈവമായി, രക്ഷാ പദ്ധതിയായി അവതരിക്കപ്പെട്ടത് കൊണ്ട് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഉദ്ധാനം ചെയ്ത ഏക രക്ഷാ മാർഗം എൻ്റെ യേശുവിന്റെ നാമം മാത്രമെന്ന് ആവർത്തിച്ചു പറയുന്നതിൽ എനിക്ക് ശങ്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ശബ്ദവീജിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, വിശുദ്ധ വേദ പുസ്തകത്തിൽ ഉദ്ധരിക്കപ്പെട്ട, വിടുവിക്കപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അധമഭാവികളായിരുന്നിട്ടും ലോകത്തിൽ യാതൊരു വിധത്തിലും ചേർത്ത് നിർത്തപ്പെടുവാൻ അവകാശമില്ലാതെ ഇരുന്നിട്ടും, തള്ളപ്പെട്ട് പോകേണ്ടവരായിരുന്നിട്ടും, സമൂഹത്തിൽ ഏറ്റവും നികൃഷ്ടമായ കണ്ണുകളോടെ നോക്കിക്കാണപ്പെടേണ്ടവരായിരുന്നിട്ടും, അവരുടെ നടുവിലേക്ക് ലോകം വെച്ച വിധിന്യായങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് നടന്നു കയറി രക്ഷിച്ച ഒരു യേശുവിന്റെ ചരിത്രം വിശുദ്ധ വേദപുസ്തകം പരാമർശിക്കുന്നുണ്ട്.
ആ ചരിത്രം ഒന്ന് പരാമർശിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുക. വിശുദ്ധ വേദ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ഇങ്ങനെ ഒരു സഹോദരിയെ പറ്റി പറയുന്നു. ആ സഹോദരിയുടെ വാസസ്ഥലം അങ്ങ് യഹൂദിയയുടെ മണ്ണിൽ ശമരിയ എന്ന് പറയുന്ന ഒരു പ്രാന്തത്തില്. നട്ടുച്ച നേരത്ത് അവൾ വെള്ളം കോരി തൻ്റെ ജീവിത മാർഗം കണ്ടെത്തുവാൻ, ആസ്വാദനം പ്രാപിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സഹോദരിയാണ്. ആ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ കാരണം ആ സമൂഹത്തിൽ മറ്റുള്ളവർ വെള്ളം കോരുവാൻ വരുമ്പോൾ അവൾക്ക് വരുവാനുള്ള അവകാശമില്ലായിരുന്നു. അവളുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു. ലോകം അവളെ പാപിനി എന്ന് മുദ്രകുത്തി, ലോകം അവളെ വെറുക്കപ്പെട്ടവളെന്ന് മുദ്രകുത്തി, മാറ്റി നിർത്തപ്പെടേണ്ടവൾ എന്ന് മുദ്രകുത്തി അവളെ മാറ്റി നിർത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയാണ് യേശു എന്ന ഏക രക്ഷാമാർഗ നാമം അവിടേക്ക് കയറി ചെന്നിട്ട് അവളെ ചേർത്തു നിർത്തി, അവളുടെ അവസ്ഥകൾക്ക് അന്തരം വരുത്തി, അവളുടെ ജീവിതത്തിനൊരു പുതിയ മാനം കൊടുത്ത് ആ പട്ടണത്തിന്റെ നടുവിൽ ചേർത്തു നിർത്താൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാൽ അവളെ പണിതെടുത്ത് ആ പട്ടണത്തിന് ഒരു അനുഗ്രഹമാക്കി അവളെ മാറ്റിയെങ്കിൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതൽ, എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ, നീ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമാകട്ടെ, ഏത് വിശ്വാസങ്ങള്, ഏത് ആചാരങ്ങളെയോ ഏത് അനുഷ്ഠാനങ്ങളെയോ അനുവർത്തിച്ചു വരുന്ന വ്യക്തിയാകട്ടെ, അതൊരു വ്യത്യാസമല്ല, അതൊരു വിഷയമല്ല. പക്ഷെ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സങ്കോചമില്ല. യേശു നിന്നെ വിടുവിക്കുമെന്ന് പറയുന്നത് എനിക്ക് സന്ദേഹമില്ല. യേശു നിന്റെ രക്ഷകനാണെന്ന് പറയുന്നത് രണ്ടു പക്ഷമില്ലാത്ത ഏക സത്യമായതുകൊണ്ട് ഈ ശബ്ദം ഇവിടെ ഞാൻ ഉദ്ഘോഷിച്ചു പറയുന്നു. വിശ്വസിച്ച നിന്റെ കൂടാരത്തിലേക്ക്, നിന്റെ വീട്ടിനകത്തേക്ക് ഈ രക്ഷയുടെ സമാധാനം, ഈ അംഗീകാരം വെളിപ്പെടുത്തി തരാ ഈ ഉലകത്തിൽ അവതരിച്ച ഏക രക്ഷണ്യമാർഗം അതത്രേ എന്റെ യേശുവിന്റെ നാമം. അതിന് പ്രാപിക്കാൻ കഠിന പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ശബ്ദബീജി നിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ ആ ശബ്ദത്തിനു മുമ്പിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറം ദൈവ സമാനതയിലും സ്വരൂപത്തിലും ദൈവമായി വസിച്ചവൻ തൻ ദൈവത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ചു ദാക്ഷ വേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ഈ അവനിയിലേക്ക് ഇറങ്ങി വന്ന മാനവന്റെ പാപ പരിഹാരത്തിനായി കാൽവരി കുലക്കളത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയും എന്നെ തൻ്റെ കുടുംബത്തിന് അവകാശിയാക്കി മാറ്റേണ്ടതിനു വേണ്ടിയുമാണ് അത് നിർവഹിച്ചതെന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ ഹൃദയം തുറന്നൊന്ന് വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്താൽ ഇന്ന് ഈ സായാഹ്നം നിന്റെ രക്ഷയുടെ, നിന്റെ അംഗീകാരത്തിന്റെ, നിന്റെ ജീവിതത്തിന് ഒരു പുതിയ മാനം നൽകപ്പെടുന്നതിന്റെ ആധികാരികമായ അംഗീകാരമായി വെളിപ്പെടുന്ന സായാഹ്നമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഞങ്ങൾ അഭിഷക്തന്മാർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ സന്ദേശ വീജികൾ വന്നെത്തിയ ഈ ദേശനിവാസികൾക്കായി ഞങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഏകരക്ഷാമാർഗം, ആ രക്ഷയെ കണ്ടെത്തുന്നവർ നിത്യ സന്തോഷത്തെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്തെയും സ്വായത്തമാക്കി ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ആത്മഹത്യയിലേക്കോ ഇതര പരാക്രമങ്ങളിലേക്കോ പോകുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ആ വിഷയങ്ങൾ ജയിച്ചു മുന്നേറാൻ ഇടവരും. അതുകൊണ്ട് ഒരു നിമിഷം ആ കർത്താവിനെ അംഗീകരിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്കുമോ? യേശുവേ, അങ്ങെപ്പോലെ വേറൊരുവനും ഈ ഉലകത്തിലില്ല. അങ്ങന്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗീക മഹിമകളെ വെടിഞ്ഞ് താണഭൂമത്തിലേക്ക് ഒരു മനുഷ്യ വേഷമെടുത്ത് ഈ ലോകത്തിൽ വന്നു, സ്വയം സമർപ്പിക്കപ്പെട്ടു. കാൽവരി കുലക്കളത്തിലെ പരമയാഗത്തിലൂടെ എന്നെ രക്ഷിപ്പാൻ മരണം വരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്വർഗമഹിമകളിലേക്ക് വീണ്ടും വരുമെന്ന് ചൊന്ന് കയറിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ രക്ഷകനാ, എൻ്റെ വീണ്ടെടുപ്പുകാരനാ, അങ്ങനെ വേഗം ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തിരിച്ചറിയൂ, നിന്റെ രക്ഷയുടെ ദിനം വന്നെത്തിയിരിക്കുന്നു. ഒന്ന് സമർപ്പിക്കാമോ? ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. നല്ല കർത്താവേ,
സ്വർഗപിതാവേ, ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുഴങ്ങുന്ന ദൈവവചന വീജികൾ ഈ ദേശത്തിൻ്റെ അന്തരീക്ഷത്തെ അലയടിച്ച് ജനഹൃദയങ്ങളെ ക്രിസ്തുവിന് വേണ്ടി തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനത്തെ പ്രാപിക്കുന്നതിന് വിരുദ്ധമായി ജനമനസ്സിനെ മൂടിപ്പിടിച്ചിരിക്കുന്ന ഇരുളിൻ്റെ മാറാലകൾ അവരെ വിട്ടുമാറി ദൈവത്തിൻ്റെ ദിവ്യ വെളിച്ചത്തിൻ്റെ ആലയൊലികൾ ഇന്ന് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ക്ഷണത്തിൽ തന്നെ കുടുംബങ്ങളുടെ കവാടങ്ങളെ കടന്ന്, വ്യക്തികളുടെ ഹൃദയ കവാടങ്ങളെ കടന്നവരിലേക്ക് അരിച്ചു കയറേണ്ടതിനാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥകൾ മാറട്ടെ, അസമാധാനങ്ങൾ മാറട്ടെ, രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, പിശാച് അവരുടെ മേൽ ചുമത്തി വെച്ച നുകങ്ങൾ തകർന്നു മാറി അവർ സ്വതന്ത്രമാകട്ടെ. ഈ ദേശത്ത് അവരുടെ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസിക തലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബനാഥന്മാർ പുനരുദ്ധരിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് ദേശത്തെ നിറയ്ക്കും. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ. നമുക്ക് അനുഗ്രഹമേറിയ സന്ദേശങ്ങൾ കർത്തദാസനോട് കേൾപ്പാനിടയായി. കർത്തദാസനെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ചില ഗാനങ്ങളോടെ കേൾക്കുവാൻ ഞങ്ങൾ ഇത് അവസരമൊരുക്കുന്നു. സഹോദരന്മാർ മുന്നിട്ട് വന്ന് ചില ഗാനങ്ങളോടെ നിങ്ങൾക്കായി ആനന്ദം പരമാനന്ദം പ്രഭോ.
മാതൃകയെ കാട്ടിത്ത പാവനമാം പുണ്യനാമം യേശുനാമം അതിശയനാമം ഏഴനിക്കുംബനാമം യേശുനാമം അതിശയനാമം ഏഴനിക്കുംബനാമം പാപം എന്നിൽ നിന്നു നീക്കാം എന്നെ കാണിഞ്ഞ നാമം എന്നിൽ നിന്നു നീക്കാം എന്നെ കാണിഞ്ഞ നാമം അന്യനെന്ന മായ്ച്ചു തന്ന ഉന്നതന്റെ അന്ത്യനാമം അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന യേശുനാമം അതിശയനാമം ഏഴനിക്കുംബനാമം മുമ്പിൽ വല്ലാപത്തമുള്ള എല്ലാം അടങ്ങിടും തരും മുമ്പിൽ വല്ലാപത്തമുള്ള യേശു അതിശയനാമം ഏഴനിക്കുംബനാമം ദേശത്തോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവിക സമാധാനത്തെക്കുറിച്ച് കേൾപ്പാൻ ഇടയായി. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണ്. അതൊക്കെ ചെയ്ത് പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സമാധാനം അനുഭവിപ്പാൻ, സന്തോഷം അനുഭവിപ്പാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച്
നിങ്ങളുടെ ജീവിതം നന്ദിമായി തീരുവാൻ ഇടയാകും. അതിന് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും യേശുവിനെ കുറിച്ച്, ഇതുവരെ കേട്ട യേശുവിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ കല്ലേരി ഭാഗം റോഡ് സൈഡിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു സഭയുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുവാനും നല്ല ഉപദേശങ്ങൾ തരുവാനും വചനത്തിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനുമായി കർത്തദാസൻ അവിടെ പാർക്കുന്നുണ്ട്. കർത്തദാസൻ രഞ്ജിത് പാസ്റ്റർ അവിടെ പാർക്കുന്ന കുടുംബമായി ആ ദാസന്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടുവാനും സമാധാനം പ്രാപിച്ച് ഓരോ ദിവസവും ജയോത്സവമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം ഇടയാക്കും. ഞങ്ങളുടെ ചിന്തകൾ അനുസരിച്ച് സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാനുള്ളതല്ല. ഈശ്വരൻ തന്ന ആ ജീവൻ, അത് ഈശ്വരൻ വിളിക്കുമ്പോൾ മാത്രമേ അത് എടുക്കാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ ഈ സന്ദേശം ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് കല്ലേരി ഭാഗം പ്രിയ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബിരുവകൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും നിജേഷ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധനായ സർവസ്വനായ നല്ല കർത്താവേ, ഈ നല്ല വൈകിയവേളയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. വൈകിയ സമയത്ത് ഹല്ലേലൂയ സെക്ഷൻ ഇവാഞ്ചലിസം ടീമിനുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സഭയായി ഇവിടെ സത്യസുവിശേഷം അറിയിപ്പാൻ കർത്താവ് എനിക്ക് വലിയ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ദേശനിവാസികളോട് അറിയിപ്പാൻ കർത്താവ് കൃപ ചെയ്ത് സഹായിച്ചതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, വാരി വിതറിയ ദൈവവചനം ഹല്ലേലൂയ ഹൃദയങ്ങളുടെ അത് രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷിതാവായ കർത്താവിന്റെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ ഹൃദയത്തിൽ അത് സ്പർശിപ്പാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതെ ഹല്ലേലൂയ സ്വൈര്യതയില്ലാതെ ഹല്ലേലൂയ ജീവിതങ്ങളായിരിക്കുമ്പോൾ കർത്താവിന്റെ മാറ്റമില്ലാത്ത ശബ്ദം ഹല്ലേലൂയ കാതുകളിൽ ഹൃദയങ്ങളിൽ മുഴങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് കുടുംബങ്ങളോട് കൃത്യമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ ഹല്ലേലൂയ വാരി വിതറിയ ദൈവവചനം നിഷ്ഫലമായി പോവാനിടയാകാതെ ഹല്ലേലൂയ അത് ഫലമായി തീരുവാൻ, ഓ ഹല്ലേലൂയ നിത്യരാജ്യത്തിൽ ഓഹരിക്കാരായി തീരുവാൻ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം ശക്തമേറിയ വചനം ഹല്ലേലൂയ ഘോഷിപ്പാൻ ദൈവദാസന്മാരെ ബലപ്പെടുത്തിയും ശക്തീകരിക്കുകയും ചെയ്തതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. പിന്നെ ഹല്ലേലൂയ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഞങ്ങളുടെ സെക്ഷൻ അനുഗ്രഹമായിരിക്കാൻ, ദേശത്തിന് അനുഗ്രഹമായിരിക്കാൻ, ഞങ്ങളുടെ സഭകൾക്ക് വ്യക്തികൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെ ഹല്ലേലൂയ ചെയ്യുന്ന ദിവാസന്മാരെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ദിവാസന്മാരെ എല്ലാവരും ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുവാനും പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ മനുഷ്യതാക്കളെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹല്ലേലൂയ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്ന, ഓ ഹല്ലേലൂയ സത്യസുവിശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന വാക്കുകൾ കേൾക്കുവാൻ, സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ഞങ്ങളോടൊപ്പം കർത്താവിനെ ഹല്ലേലൂയ ആരാധിപ്പാൻ, തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിക്കുവാനിടയാകാതെ നിത്യരാജ്യത്തിൽ ഓഹരിക്കാരായി തീരുവാൻ കർത്താവ് എല്ലാവരെയും കൃപ ചെയ്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിച്ചറിയുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് കൃപ ചെയ്ത് സഹായിച്ചതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, പിന്നെ അപ്പന്റെ പുണ്യകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. മഹത്വത്തിനായി സ്വാഗതം ചെയ്യണം. മാനവ മഹത്വം തിരുമേനിയെടുക്കണം. യേശുവിന്റെ വിലയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നതായിരിക്കും ഇവിടെ ഏൽക്കണമേ. ഒരു സുവിശേഷ യോഗം ഇന്ന് ഇവിടെ വെച്ച് നടത്തുവാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന് ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ വചനം നിങ്ങൾ കർത്താവിന്റെ ദാസൻ രഞ്ജിത്ത് പാസ്റ്ററിലൂടെ കേട്ടു. ഞങ്ങളെ ഇന്നിവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരും ഞങ്ങളുടെ ഈ പ്രോഗ്രാം വീഡിയോയിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ താൽക്കാലികമായ ശരീരമായ ജീവിതം ഇവിടെ ഇങ്ങനെ തീരും. പക്ഷേ ഇതിനപ്പുറത്തൊരു നിത്യജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരുങ്ങണം. അവിടെ കൊണ്ടുപോകുവാൻ യേശുക്രിസ്തുവിന്റെ പുണ്യനാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേട്ട വചനത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കല്ലേരി ഭാഗം അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയോട്, കർത്താവ് ദാസൻ പാസ്റ്റർ രഞ്ജിത്തിനോട് ബന്ധപ്പെടാം.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആശീർവാദങ്ങൾ നമ്മുടെ മേൽ വരുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അനുഗ്രഹങ്ങളോടും നാം എല്ലാവരോടും കൂടെ ഇന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിച്ച അവിടുത്തെ ദാസനോടുകൂടെ ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളോടുകൂടെ കർത്താവിന്റെ കൃപ ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഇന്ന് ജയം നൽകിയ ദൈവത്തിന് വലങ്കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഭാവികളെ, യേശു ക്രിസ്തു